ഹായ്, അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു പട്ടുപാവാട സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതിന് പ്രത്യേകിച്ച് അളവുകളൊന്നുമില്ലല്ലോ. അതായത് നീളം വേണം, വേസ്റ്റിൻ്റെ അളവും വേണം, അത്രയല്ലേ വേണ്ടൂ. അപ്പോൾ അത് അളവ് വെച്ചിട്ട് കട്ട് ചെയ്യുന്നൊന്നും ഞാൻ കാണിക്കുന്നത്, നീളത്തിൽ വലിയ പീസ് കട്ട് ചെയ്യണമെന്നേ ഉള്ളൂ. പിന്നെ എന്താണ് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെ ബാൻഡിൻ്റെ പീസ് ഉണ്ടാവുമല്ലോ, ബാൻഡ് പീസിനേക്കാളും ഒരു 3 ഇരട്ടി അധികമായിരിക്കണം നമ്മുടെ പ്ലീറ്റ് ഇടാനുള്ള ക്ലോത്ത് എന്ന് പറയുന്നത്. 3 ഇരട്ടി അധികമാണെങ്കിൽ നല്ല നീറ്റിൽ നല്ല എല്ലാ പ്ലീറ്റ്സും റെഡിയാക്കിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെയുള്ള കാര്യം എന്ന് വെച്ചാൽ നമ്മൾ അളവ് വെച്ച് പ്ലീറ്റ് ഇങ്ങനെ അളന്നിട്ടൊന്നും അങ്ങനെയൊക്കെ ചെയ്യാൻ എല്ലാവർക്കും കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. നമ്മൾ പ്രാക്ടീസ് ചെയ്താൽ അത് ഈസി ആയിട്ട് നടക്കും. പക്ഷെ എന്നാലും അതിന് മുന്നേ തന്നെ നമുക്ക് ഈസി ആയിട്ട് പെട്ടെന്ന് തന്നെ ചില ട്രിക്കുകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്കത് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ബാൻഡിൽ തന്നെ നമുക്ക് എങ്ങനെയാണ് ചെയ്യാമെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് എൻ്റെ ക്ലോത്ത്. ഇനി നമുക്ക് ഈ ബാൻഡിൻ്റെ പീസിൻ്റെ രണ്ടറ്റവും ഇങ്ങനെ മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്യാം. ഇനി ഇതിൻ്റെ നേരെ പകുതി ഇവിടെ ഒരു നോച്ച് കൊടുക്കാം, നേരെ പകുതിയാക്കാം. ഇവിടെ നമ്മൾ പകുതി അടയാളപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് ഈ വലിയ പീസ് ഉണ്ടല്ലോ, അതിൻ്റെയും പകുതി അടയാളപ്പെടുത്തണം. അതിൻ്റെയും പകുതി അടയാളപ്പെടുത്തിയിട്ട് ഈ രണ്ട് ഭാഗങ്ങളും നമുക്ക് ഒരുമിച്ച് വെച്ചൊരു പിന്നീട് വെക്കാം. ഇതിൻ്റെ നല്ല വശവും ചേർത്ത് വെച്ചിട്ട് ഇങ്ങനെ പിന്നീട് വെക്കാം. എന്നിട്ട് ബാക്കി ഇത്രയും പീസസ് ഉണ്ട്, ഇതിലാണ് നമുക്ക് ചെയ്യേണ്ടത്. എന്നിട്ട് ഇതിൻ്റെയും പകുതി എടുത്ത് വെക്കാം, പകുതി. ഓക്കെ, ബാക്കിയുള്ള ഭാഗത്തിൻ്റെയും പകുതി എടുത്ത് വെക്കാം. അതുപോലെ ഈ ഭാഗത്തിൻ്റെയും പകുതി നമുക്ക് കാണാം. ഇവിടെയാണ് പകുതി വരിക. എന്നിട്ട് ആ ഒരു പകുതിയും ഈ ഒരു പകുതിയും തമ്മിൽ ഇങ്ങനെ വച്ചിട്ട് നമുക്കൊന്ന് പിൻ ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ കണ്ടോ, ഇത്രയും ബാക്കിയുണ്ട്. നമുക്കിതാ ഇങ്ങനെ വെച്ചിട്ട് ഒരു സ്റ്റിച്ച് കൊടുക്കാം. ഇതും നമ്മളിവിടെ പിന്നെ ഇത് വെച്ചിട്ടുണ്ടല്ലോ, അവിടത്തേക്ക് ചെറിയ ചെറിയ പ്ലീറ്റ്സ് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ഇങ്ങനെ ഇട്ടിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്കിങ്ങനെ ഇട്ടിട്ട് വരണം. അത് അവിടെ എത്തുന്നില്ലെങ്കിൽ നമ്മൾ കുറച്ചുകൂടി ചെറുതാക്കിയിട്ട് ഇങ്ങനെ വെക്കാം. പിന്നെയും ചെറുതാക്കിയിട്ട് വെക്കാം, പിന്നെയും ചെറുതാക്കിയിട്ട് വെക്കാം, പിന്നെയും ചെറുതാക്കിയിട്ട് വെക്കാം.
നമ്മൾ ഇവിടം വരെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടോ, ഇവിടം വരെ ഇവിടം വരെ ഇവിടെയാണ് നമ്മൾ സേഫ്റ്റി പിന്ന് ചെയ്തിരിക്കുന്നത്. ഇവിടം വരെ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അഴിച്ചു മാറ്റാം. ഇനി നമുക്ക് ചെയ്യാനുള്ളതാ, ഇവിടെ ഒരു പിന്ന് ചെയ്തിട്ടുണ്ട്. ഇത്രയും ഭാഗങ്ങൾ നമുക്കവിടെ ചേർത്ത് വെക്കണം. അതുപോലെ തന്നെ ചെറിയ ചെറിയ പ്ലീറ്റ്സ് ഇട്ട് നോക്കുക. ചെറിയ ചെറിയ പ്ലീറ്റ്സ് ഇട്ട് നോക്കുക. എന്നിട്ട് അവിടെ എത്തും വരെ പ്ലീറ്റ്സ് ഇടാം. അവിടെ എത്തിയിട്ടുണ്ട്. അതുപോലെ കംപ്ലീറ്റ് ആയിട്ട് പ്ലീറ്റ്സ് ഇട്ട് വെക്കാം. ഇങ്ങനെ പിന്നെ അഴിച്ച് മാറ്റാണ്. അപ്പോൾ ഇവിടം വരെ എത്തിയിട്ടുണ്ട്. ഇനിയും നമ്മൾ അടുത്ത വശവും അതുപോലെ തന്നെ പകുതിയാക്കുക, നേരെ പകുതിയാക്കുക. എന്നിട്ട് ഇതിൻ്റെയും പകുതിയാണ്. എന്നിട്ട് ഇതിൻ്റെ പകുതിയും ഇവിടെ നമുക്ക് പിൻ ചെയ്ത് വെക്കാം. പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. കണ്ടോ, ഇവിടെ നമ്മൾ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ കംപ്ലീറ്റ് ആയിട്ട് ഇവിടുന്ന് ചെറിയ ചെറിയ പ്ലീറ്റ്സ് എടുത്ത്, എന്തായാലും ഇരട്ടി നമ്മൾ വേസ്റ്റിൻ്റെ 3 ഇരട്ടി തുണിയാണെങ്കിൽ കറക്റ്റായിട്ട് നമുക്കിങ്ങനെ ചെയ്തെടുക്കാൻ പറ്റും. വേറെ വലിയ പ്രോബ്ലംസ് ഒന്നും ഇല്ലാതെ നമുക്കിത് ഇടുത്തം വരെ എത്തി. എത്ര പെട്ടെന്നാണ് കഴിഞ്ഞത് അല്ലേ? ഇനി നമുക്കിത് അഴിച്ചു മാറ്റാം. എന്നിട്ട് ലാസ്റ്റ് ഇവിടെ ഒരു മടക്കുന്നുണ്ട്. കാരണം എന്തായാലും നമുക്ക് ഉള്ളിലേക്ക് മടക്കിയിട്ട് ചെയ്യണമല്ലോ, അതുകൊണ്ട് മടക്കുന്നുണ്ട്. നമുക്കിവിടെ ജസ്റ്റ് ഒരു പിൻ ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു ഭാഗം കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതിയാവും. കണക്കാണോ നോക്കുക, റെഡിയാണോ നോക്കിയിട്ട് സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങിയാൽ മതി. നമ്മൾ ഈ ഒരു നമ്മളെ ബാൻഡിൻ്റെ പീസിൽ തന്നെയാണ് നമ്മൾ ഇതിലേക്ക് ചെയ്തിരിക്കുന്നത്. വേറെ തന്നെ ചെയ്ത് ബാൻഡ് പീസിലേക്ക് അറ്റാച്ച് ചെയ്യണമെന്നും ആവശ്യമില്ല. അങ്ങനെ 4 ഭാഗമാക്കുക, ബാൻഡ് 4 ഭാഗമാക്കുക, ഈ തുണിയും 4 ഭാഗമാക്കുക. എന്നിട്ട് ഓരോ ഭാഗത്തും ഓരോന്ന് വെച്ച് ഒന്ന് പിന്ന് ചെയ്തിട്ട് ആ ഭാഗത്തേക്ക് മടക്കിയിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ട് പ്ലീറ്റ്സ് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ട് അടിച്ചെടുക്കാൻ മതി. അതിന് 3 നമ്മുടെ വേസ്റ്റിൻ്റെ 3 ഇരട്ടി തുണിയായി കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നമുക്ക് കിട്ടും. വേറെ ഒന്നും ചിന്തിക്കാനില്ല. അപ്പോൾ ഇത്രയും എത്തിയിട്ടുണ്ട്. നമുക്കിതാ നമ്മളിങ്ങനെയാണല്ലോ അടിച്ചെടുക്കുന്നത്, നല്ല വശവും ചേർത്ത് വെച്ചിട്ട്. ഇനി ഞാൻ ഇതിലൂടെ നാടയിടുകയാണ് ചെയ്യുക. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, ഈ ഒരു ഭാഗം രണ്ടാക്കി, അതായത് ഇങ്ങനെ ഒരു മടക്കുക, ഒറ്റൊരു മടക്കിയിട്ട് ഈ ഒരു സീം അലവൻസ് ഉണ്ടല്ലോ, ഈ സീം അലവൻസ് അത് ഉള്ളിലേക്ക് വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കുക. കണ്ടോ, ഇത് ഓക്കെ, ഇതും ഓക്കെ. ഇങ്ങനെ മടക്കുക. ഇത് ഈ സീം അലവൻസ് ഉണ്ട്, ഈ സീം അലവൻസിൻ്റെ മുകളിലേക്ക് ഇതിങ്ങനെ വെച്ചെടുക്കാം. അപ്പോൾ ഇവിടെ ഒരു ഹോള് വരും. ഓക്കെ, അതിലൂടെ നമുക്ക് നാടയിട്ട് കൊടുക്കാം. അടിച്ചെടുത്താൽ മതി കേട്ടോ. സ്റ്റിച്ച് ചെയ്ത ഭാഗത്താണ് ചെയ്യേണ്ടത്. സ്റ്റിച്ച് ചെയ്തതിൻ്റെ മുകളിലേക്ക് കയറ്റിയിട്ടാണ് നമ്മൾ ഈ ഒരു സ്റ്റിച്ച് കൊടുക്കുന്നത്.
കണ്ടോ, ഇതാണ് നല്ല വശം. കണ്ടോ, നല്ല നീറ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ബാൻഡ്. ഇനി നമുക്ക് ചീത്ത വശം തന്നെ എടുക്കാം. ചീത്ത വശം എടുത്ത് നമ്മൾ നേരത്തെ ഇവിടെ ഒരു ചെറിയൊരു ഞൊറിവിട്ടിരുന്നില്ലേ, അത് കംപ്ലീറ്റ് ആയിട്ട് അടിച്ച് താഴെ വരെ പോവാം. അതുപോലെ അപ്പുറത്തെ വശവും മടക്കിയടിക്കാം. ഇനി നമുക്ക് താഴ്ഭാഗം മടക്കി വയ്ക്കാം. താഴ്ഭാഗം എത്രയാണ് നമ്മൾ സീം അലവൻസ് വിട്ടിരിക്കുന്നത് അതിൽ മടക്കിയടിക്കാം. നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് നല്ല വശവും ചേർത്തിങ്ങനെ വെക്കാം. എന്നിട്ട് ഒരു 3.5 ഇഞ്ചിൽ നമുക്ക് ഇവിടുന്ന് അടിച്ച് താഴോട്ടേക്ക് എടുക്കാം. നമുക്ക് തിരിച്ചിടാം. കുട്ടികൾക്കുള്ള പാവാട റെഡി ആയിട്ടുണ്ട്. ഇത്ര ഈസി ആയിട്ട് പെട്ടെന്നാണ് ചെയ്തെടുത്തത് അല്ലേ? അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വേഗം തന്നെ വരാം. ഓക്കെ, ബായ്.